ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓപ്പ് കോഡ് ഫെച്ച് മെഷീൻ സൈക്കിളാണ്. ഓപ്പറേഷൻ കോഡ് ഫെച്ച് മെഷീൻ സൈക്കിളിനെ കുറിച്ചാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മെഷീൻ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ സൈക്കിള് രണ്ട് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് ഫെച്ച് സൈക്കിളും ഒന്ന് എക്സിക്യൂട്ട് സൈക്കിളും. ഫെച്ച് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്റ്റേറ്റ് 1 മുതൽ 4 വരെയാണ് വരുന്നത്. എക്സിക്യൂട്ട് സൈക്കിൾ 1 മുതൽ 3 വരെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെയും വരുന്നത്. ആൻഡ് ഓഫ് കോഡ് ഫെച്ചിങ് ടൈം സ്റ്റേറ്റ് 1 മുതൽ 4 വരെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സിഗ്നൽസ് എന്തൊക്കെയാണെന്നില്ല നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CLK ക്ലോക്ക് പൾസാണ്. രണ്ടാമത് വരുന്നത് A8 മുതൽ A15 അല്ലെങ്കിൽ A15 to A8 അത് അഡ്രസ് ബസ്സാണ്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD0 to AD7 അങ്ങനെയും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചും മറിച്ചും പറയുന്നത് കേട്ടോ. AD7 to AD0 അല്ലെങ്കിൽ AD0 to AD7. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ് ബസ്സാണ്, ഒരു ഡാറ്റ ബസ്സാണ്. ഇത് ചില സമയങ്ങളിൽ അഡ്രസ് ബസ്സായിട്ടും ഇത് ആക്ട് ചെയ്യാറുണ്ട് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞ ALE അഡ്രസ് ലാച്ച് എനേബിളിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് മുകളിൽ പറഞ്ഞ AD0 മുതൽ AD7 വരെയുള്ളത് അത് ഡാറ്റ ബസ്സാണോ അഡ്രസ് ബസ്സാണോ എന്നുള്ളത് ആക്ട് ചെയ്യാറ്, അങ്ങനെയാണ് വരാറ്. ഓക്കെ, അത് ഹൈ ആണെച്ചെങ്കിൽ എന്താണ്, അത് ഹൈ ആണെങ്കിൽ അഡ്രസ് ബസ്സാണ്, ലോ ആണെങ്കിൽ ഡാറ്റ ബസ്സായിട്ടാണ് ഇത് വരാറ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO/M ബാർ എന്ന് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഹൈ ആണെങ്കിൽ മീൻ ചെയ്യുന്നത്, ഹൈ ആണെങ്കിൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ്, ലോ ആണെച്ചെങ്കിൽ മെമ്മറിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ നമ്മൾ റീഡ് ആൻഡ് റൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. റീഡ് ആൻഡ് റൈറ്റിൽ ഐയും ലോവും മനസ്സിലാക്കിയിട്ടാണ് ഇത് മെമ്മറി ആണോ IO ആണോ എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യൽ. അത് IO/M ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി എന്നാണോ എന്നുള്ളതാണ്. അതിനോട് കൂടെ തന്നെ അവിടെ എന്തുണ്ട്, സിഗ്നൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. S0 S2 S0 S1 എന്ന് പറഞ്ഞ രണ്ട് സിഗ്നൽ ഉണ്ട്, അതായത് സിഗ്നൽസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ S1 1 ആണ്, S0 1 ആണ്. ദാറ്റ് മീൻസ് അത് ഫെച്ചാണ്, ഓഫ് കോഡ് ഫെച്ച് എന്നാണ് നമ്മളവിടെ മെയിൻ ചെയ്യുന്നത്. ഓഫ് കോഡ് ഫെച്ചിങ് ആണ്. S1 S0 രണ്ടും 1 ആണെങ്കിൽ, S1 1 S0 1 ആണെങ്കിൽ ഓഫ് കോഡ് ഫെച്ച് എന്നാണ്. S1 S0 1 ആണെങ്കിൽ, S1 S0 1 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഓഫ് കോഡ് ഫെച്ച് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കണ്ടില്ലേ, രണ്ടും S1 1 ആണ്, S0 1 ആണ്. അപ്പോൾ ഓഫ് കോഡ് ഫെച്ച് ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RD ഉണ്ട്, WR ഉണ്ട്. റീഡ് റൈറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓർഡർ ആണെച്ചെങ്കിൽ അത് മീൻ ചെയ്യുന്നത് മെമ്മറി എന്നാണ്, ഹൈ ആണെച്ചെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സൈക്കിളിൽ എല്ലാം ഹൈ ആയിട്ടാണ് ഉണ്ടാവുക. റീഡാണെച്ചെങ്കിലും RDയും അതേപോലെ തന്നെ WR ഒക്കെ ഹൈ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ്. ഇപ്പോൾ സെക്കൻഡ് സൈക്കിളിൽ അതായത് T സ്റ്റേറ്റ് 2 എത്തുമ്പോഴേക്ക് RD കണ്ടോ ലോ ആവുന്നുണ്ട്. അപ്പോൾ അത് മെമ്മറിയിലോട്ട് എന്നില്ല ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ സിഗ്നൽസ് എന്തൊക്കെയാണെങ്കിലും ഉണ്ട്. അപ്പോൾ T1 സ്റ്റേറ്റിൽ നോക്കിയാൽ ക്ലോക്ക് പൾസ് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ എല്ലാ സ്റ്റേജിലും ക്ലോക്ക് പൾസ് അങ്ങനെ തന്നെയാണ്. മറ്റേത് നോക്കിയേ A8 മുതൽ A15 വരെ എന്താണ് PCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ട് എന്നാണ്. ഓക്കെ, അതായത് പ്രോഗ്രാം കൗണ്ട് PC, അതായത് ഹൈ ഓർഡർ മെമ്മറി അഡ്രസ്സാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്.
ഓക്കെ. ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ രജിസ്റ്ററാണ്, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലുള്ള ഒരു സ്പെഷ്യൽ രജിസ്റ്ററാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ടു ട്രാക്ക് ഓഫ് മെമ്മറി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് മെമ്മറി അഡ്രസ്സിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി അഡ്രസ്സിൻ്റെ ആണ് അതിലൂടെ പാസ് ചെയ്യുക. ദാറ്റ് മീൻസ് അതൊരു മെമ്മറി അഡ്രസ്സാണ്, ഒരു അഡ്രസ് ബസ്സാണ്. അവിടെ ഓർഡർ മെമ്മറി അഡ്രസ്സാണ് അതിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പം AD0 മുതൽ AD7, AD7 to AD0 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD7 to AD0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഡാറ്റാ ബസ്സാണ്. ചില സമയങ്ങളിൽ അതെന്ത് ചെയ്യും, അതൊരു അഡ്രസ് ബസ്സായിട്ടും ആക്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്യുന്നത് നമ്മളെ ALEനെ ബേസ് ചെയ്തിട്ടാണ്, അഡ്രസ് ലാച്ച് എനേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. അഡ്രസ് ലാച്ച് എനേബിൾ ഹൈ ആണെങ്കിൽ അത് അഡ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റാ ബസ് ആയിട്ടാണ് വരിക. ഇപ്പോൾ നോക്കിയേ, സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റത്തെ സ്റ്റേജ് ആവുന്ന സമയത്ത് നോക്കിയേ ALE ഹൈ ഓർഡറിൽ കിടക്കുന്നുണ്ട്. ഹൈ ഓർഡറിലാണ് സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്രസ് അതിലൂടെ, അതായത് AD7 മുതൽ AD0 വരെയിലൂടെ അഡ്രസ് ആയിരിക്കും പാസ് ചെയ്യുക എന്നുള്ളതാണ്. PCL ആണ്, ലോ ഓർഡർ മെമ്മറി ഒരു അഡ്രസ് ബസ്സാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആവുന്ന സമയത്ത്, ടൈം സ്റ്റേജ് 2 ആവുന്ന സമയത്ത് ALE എന്തുണ്ട്, ലോ ആവുന്ന സമയത്ത് അതിലൂടെ ഡാറ്റ ആയിരിക്കും പാസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ലോ ആവുന്ന സമയത്ത് ഓഫ് കോഡാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ IO/MBAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. അത് മെമ്മറിയിൽ നിന്നാണോ ഇതിന്നാണോ എന്നുള്ളതൊക്കെ RD ഫസ്റ്റ് സൈക്കിളിൽ RDയും WRഉം ഒക്കെ എന്താണ്, ഹൈ ഓർഡറിലാണ്. ഹൈ ഓർഡറിൽ മെയിൻ ചെയ്യുന്നത് എന്താണ്, IO ഡിവൈസസ് എന്നാണ് എന്നുള്ളതാണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. സെക്കൻഡ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ്, AD5 മുതൽ AD8 വരെയുള്ള അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. AD7 മുതൽ AD0 വരെയിലും അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്, ലോ ഓർഡർ. ALE അതായത് അഡ്രസ് ലാച്ച് എനേബിൾ ഹൈ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, മുകളിലത്തെ AD7 to AD0 എന്താണ്, അഡ്രസ്സാണ്. ഓക്കെ, അഡ്രസ്സാണല്ലോ പാസ് ചെയ്യുന്നത്. പിന്നെ മെമ്മറിയിൽ നിന്നാണ്. പിന്നെ RDയും WRഉം എന്താണ്, ഹൈ ആണ്. ദാറ്റ് മീൻസ് ഇൻപുട്ടിൽ നിന്നാണ്, അതായത് IO ഡിവൈസസ് എന്നാണ് എന്നുള്ളതാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. രണ്ടാമത് T2 ആവുന്ന സമയത്ത് A5 മുതൽ A8 വരെയുള്ള അഡ്രസ്സ് തന്നെ, അത് ഓൾ ഓവർ എൻഡിങ് വരെ എന്താണ്, T3 വരെ അതിലൂടെ അഡ്രസ്സ് തന്നെയാണ് പാസ് ചെയ്യുക, അഡ്രസ്സ് തന്നെയാണല്ലോ അതിലൂടെ പാസ് ചെയ്യുക. AD7 to AD0 എന്നുള്ളത് എന്ത് ചെയ്യുക, അഡ്രസ് ലാച്ച് എനേബിൾ എന്ത് ചെയ്തു, ലോ ഓർഡർ ആക്കി കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഇനി AD7 മുതൽ AD0 വരെയിലൂടെ എന്ത് ചെയ്യുക, പാസ് ചെയ്യുള്ളൂ, ഡാറ്റ ഇനി അഡ്രസ്സാണ്, അതായത് ഡാറ്റയാണ് പാസ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോ ഓർഡർ ആണെച്ചെങ്കിൽ, ലോ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിലൂടെ ഡാറ്റ ആയിരിക്കും പാസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, ALE എന്തായി, ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ എന്ത് പാസ് ചെയ്യുള്ളൂ, അതിലൂടെ പിന്നെ ഇനി ഡാറ്റയാണ് പാസ് ചെയ്യുക. കണ്ടോ, ഓഫ് കോഡാണ് അതിലൂടെ, ഓപ്പറേഷൻ കോഡാണ് പിന്നെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക, ആ ലൈനിലൂടെ പാസ് ചെയ്യാം. അതുവരെ അഡ്രസ്സായിരുന്നു. ലോ ആണെച്ചെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും, ഡാറ്റ പാസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ പാസ് ചെയ്തു. അതേപോലെ തന്നെ IO ബാർ അല്ലെ IO/M ബാർ എന്ത് ചെയ്യുക, അതിലൂടെ മെമ്മറിയിൽ നിന്നാണെന്നില്ല മനസ്സിലാക്കി. കണ്ടോ, സെക്കൻഡ് സ്റ്റേജ് എത്തിയ സമയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാണ്, ഓഫ് കോഡ് വെച്ചത് മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, RD എന്തായി, ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റീഡിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം, റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റ് മുതൽ, അതായത് ഇതാണ് നമ്മൾ ടൈം സ്റ്റേജിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു T സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഈ അടുത്ത ക്ലോക്ക് പൾസ് എൻഡ് ചെയ്ത് മുതൽ പിടിച്ച് അടുത്തത് എന്ത് ചെയ്യുക, തുടങ്ങുന്നത് വരെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, T സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ മുതൽ ഇവിടം വരെ എന്ത് ചെയ്യുക, ഓഫ് കോഡ് എന്ത് ചെയ്യുക, ഓഫ് കോഡ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീഡ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യും, T സ്റ്റേജ് 3 വരെ എന്തുണ്ടാവും, അത് നടന്നുകൊണ്ടിരിക്കും. അപ്പം T സ്റ്റേജ് 3 വരെ എന്തുണ്ടാവും, അതെന്ത് ചെയ്യും, അങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓഫ് കോഡ് മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, അതിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതേപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T സ്റ്റേജ് 4 എന്ത് ചെയ്തു, അത് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സ്റ്റേജ് വരെ എന്ത് ചെയ്തു, ഇത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അതൊക്കെ പഴയ സ്റ്റേജിൽ റീഡ് മോഡ് എന്ത് ചെയ്തു, അവിടുന്ന് പോയി. കണ്ടോ, അത് ലോ ഉണ്ടായിരുന്നത് വീണ്ടും ഹൈ ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ WR ഉണ്ടല്ലോ,
സിഗ്നൽ അത് ഇതേപോലെ തന്നെ വേരിയേഷനിൽ കാണിക്കും. ഓക്കെ, അത് അടുത്ത ഇതിൽ നമ്മൾ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും എക്സ്പ്ലനേഷനാണ് ഇവിടെ സ്റ്റേറ്റ് T1 എന്താണ് നടക്കുന്നത്, സ്റ്റേറ്റ് T2 അതിലെന്താണ് നടക്കുന്നത്, അതേപോലെ തന്നെ സ്റ്റേറ്റ് T3 അതിലെന്താണ് നടക്കുന്നത് എന്നുള്ളത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജ് അപ്പം 3 വരെ എന്തുണ്ടാവും, ഓഫ് കോഡ് എന്ത് ചെയ്യും, റീഡ് ചെയ്തിട്ട് എടുക്കും. T4 എത്തുന്നതോട് കൂടി എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് അത് എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ്. ഇതാണ് ഓപ്പ് കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.